പുതിയ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ക്ഷണിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നാൽ അത്ഭുതപ്പെടരുത്. ഈ ഡിജിറ്റൽ കാലത്തും അതിനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായും പത്തനംതിട്ടയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ സൂപ്പർ ജിംനിയുടെ അണിയറ പ്രവർത്തകരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മേൽവിലാസങ്ങളിലേക്ക് സിനിമ കാണാൻ ക്ഷണിച്ച് കത്തുകൾ അയച്ചിരിക്കുന്നത്. സൂപ്പർ ജിംനി അണിയറ പ്രവർത്തകർ കത്തെഴുതുകയാണ്. എഴുത്ത് പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ക്ഷണിക്കുന്നതിനും. തങ്ങളുടെ പുതിയ ചിത്രം സൂപ്പർ ജിംനി ജനുവരി 24-ന് തിയേറ്ററുകളിലെത്തും. കുടുംബസമേതം തിയേറ്ററിൽ വരണം, സിനിമ കാണണം. ഇതാണ് കത്തിന്റെ സാരാംശം. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കത്തുകൾ ഇവർ വിവിധ മേൽവിലാസങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞു. സൂപ്പർ ജിംനിയുടെ അണിയറ പ്രവർത്തകർ 2 ആഴ്ച മുൻപാണ് ഞങ്ങളോട് മേൽവിലാസം ചോദിച്ചത്. സംഗതി എന്തിനെന്ന് അന്ന് പിടുത്തം കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞ് സിനിമ കാണാൻ ക്ഷണിച്ച് കത്ത് കിട്ടിയപ്പോൾ അമ്പരന്നു. പിന്നെ കൗതുകവുമായി. കാളവണ്ടിയിൽ കോളാമ്പി മുഴക്കിയും വാഹനത്തിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയും സിനിമാ പ്രചാരണം നടത്തിയ കാലത്തു നിന്നും പ്രേക്ഷകരുടെ വിരൽ തുമ്പിൽ സിനിമ സംബന്ധിച്ച പരസ്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്ന ഇക്കാലത്ത് എന്തുകൊണ്ട് തപാൽ ഉപയോഗിച്ച് പുതിയ സിനിമ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ അനൂപ് പുരുഷോത്തിന്റെ മറുപടി ഇങ്ങനെ: വ്യത്യസ്തമായ ഒരു സിനിമയാണ്. കൂടാതെ നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ഇപ്പം ഈ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് എല്ലാവരും പിന്നെ വാട്സപ്പൊക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അത് ഒഴിവാക്കി അതിൻ്റെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് എഴുത്ത് തന്നെ നമ്മൾ ഉപയോഗിച്ചത്, പോസ്റ്റ് കാർഡ് ഉപയോഗിച്ചത്. ഡിജിറ്റൽ പ്രൊമോഷൻ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മളെ ഇതോടെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. നമ്മളെ സംബന്ധിച്ചോളം വേറിട്ട രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ആവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ വേറിട്ട രീതി സ്വീകരിച്ചതേ. മീനാക്ഷി നായികയാകുന്ന ചിത്രം വേറിട്ട പ്രമേയം ചർച്ച ചെയ്യുന്നതായി നിർമ്മാതാവ്. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഓരോ രക്ഷകർത്താക്കളുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണ് നിറയും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്നലെ ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറയുകയുണ്ടായി. അപ്പോൾ ഈ മനസ്സുള്ള ആരുടെയാണെങ്കിലും കണ്ണ് നിറയുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് കാണാം. അതുപോലെ ഈ സമൂഹത്തിൽ നടക്കുന്ന മയക്കുമരുന്നിനും ഈ MDMA പോലുള്ള മരുന്നുകൾക്കും എതിരെയുള്ള ഒരു സിനിമ കൂടിയാണ്. ഇതെല്ലാം അത് കാണേണ്ട ചിത്രമാണ്. ഇത് കാണുമ്പോൾ അതൊരു ബോധവൽക്കരണം കൂടി ഈ സിനിമ കാണുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സീമാജി നായർ, കുടശനാട് കനകം, ഡോക്ടർ രജിത് കുമാർ, ജയകൃഷ്ണൻ, മൻരാജ്, ജയശങ്കർ, കലാഭവൻ റഹ്മാൻ, കലാഭവൻ നാരായണൻകുട്ടി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ജനം, പത്തനംതിട്ട.